പ്രതികരണങ്ങളിലേക്ക് ശരിക്കും നമുക്ക് പോകേണ്ടതുണ്ട്. മഹാ ഇടയനാണ് ആ വിട നൽകിയിരിക്കുന്നത്. ചരിത്ര നിയോഗം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. ചില പ്രതികരണങ്ങളിലേക്ക്. മാർപ്പാപ്പ വിടവാങ്ങി എന്ന വാർത്ത കേട്ടത് ഏറെ ഞെട്ടലോടെയായിരുന്നുവെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. കുറേക്കാലം കൂടി അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നത്. തനിക്ക് വ്യക്തിപരമായി തന്നെ ഏറെ സങ്കടവും ദുഃഖവും ഉണ്ട്. തന്നെ മഹത്തായ സ്ഥാനം നൽകി ആദരിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ചരിത്രത്തിൽ വെളിച്ചമായിരുന്നു അദ്ദേഹം. ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് വെളിച്ചം പകരാൻ മാർപ്പാപ്പയ്ക്ക് സാധിച്ചുവെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. അപ്രതീക്ഷിതമായി അദ്ദേഹം നമ്മളെ കടന്നു പോകുമ്പോൾ, നമ്മോട് വിട പറയുമ്പോൾ ആ ദുഃഖം താങ്ങാനാവാൻ പറ്റാത്തതാണ്. എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടമുണ്ടെന്ന്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഏപ്രിൽ മാസം 12-ന് എന്നെ കോഴിക്കോട് രൂപതയുടെ ആർച്ച് ബിഷപ്പായും കോഴിക്കോട് രൂപതയെ ആർച്ച് ഡയസിസായും ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ്. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരു വെളിച്ചമായിരുന്നു അദ്ദേഹം. ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് വെളിച്ചം നൽകാൻ ശക്തിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. യുദ്ധത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. യുദ്ധം ഭ്രാന്താണെന്നാണ് പറഞ്ഞത്. കാരണം സഹോദരനും തമ്മിലുള്ള ഒരു ഫൈറ്റാണതെന്ന് അത് എപ്പോഴും ഊന്നി പറയുമായിരുന്നു. ജോൺ ലോറൻസ് തുടരുന്നുണ്ട്. ലോറൻസ്, ലളിത ജീവിതം കൊണ്ട് മാതൃകാപരമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു. വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റർ ദിന സന്ദേശത്തിലടക്കം